നമസ്കാരം. ഞാൻ മഹേഷ് പഞ്ചു. ഡോക്യുമെൻ്ററി സംവിധായകനും നാടക പ്രവർത്തകനുമാണ്. എൻ്റെ അച്ഛൻ പി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം മിലിറ്ററിയിലൊരു ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസറായിരുന്നു. ഓണററി ലെഫ്റ്റനൻ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത്. അതിനുശേഷം ടൈറ്റാനിയത്തിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം എന്നെ വളർത്തിയതും എൻ്റെ കലാരംഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്ക് എന്നോടൊപ്പം നിന്നതും അതിനെ പ്രോത്സാഹിപ്പിച്ചതും എല്ലാം എൻ്റെ അമ്മയാണ്. അമ്മ ഒരു വീട്ടമ്മയായിരുന്നു, രത്നമ്മ. അമ്മയും ഒരു 5 കൊല്ലം മുമ്പ് എന്നെ വിട്ട് പോവുകയുണ്ടായി. അമ്മയുടെ ശരിക്കും പ്രോത്സാഹനമാണ് എന്നെ ഈ കലാരംഗത്ത് കുറച്ചെങ്കിലും ശ്രദ്ധേയനാകാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അച്ഛൻ്റെ സ്ഥലമായ ശ്രീവരാകത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനുശേഷം ആണ് നമ്മൾ ഇന്നിപ്പോൾ താമസിക്കുന്ന ഈ കുന്നുകുഴിയിലെ വീട്ടിലോട്ട് മാറി താമസിക്കുന്നത്. എൻ്റെ വൈഫ് സ്കൂളിലെ ടീച്ചറാണ് ജീനു. മക്കൾ 2 പേര്, മീനാക്ഷി, കല്യാണി. അവരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ ഈ നാടകത്തിലും കലാരംഗത്തും പ്രവർത്തിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചാണ് കലാരംഗത്ത് തുടക്കമിട്ടത്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ മാഗസിനുകളിൽ ചെറുകഥ എഴുതിക്കൊണ്ടാണ് സാഹിത്യരംഗത്തും കലാരംഗത്തും കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മൃദംഗം പ്രൊഫഷണലായിട്ട് ഞാൻ ആ കാലത്ത് പഠിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളൊക്കെ ഞാൻ വലുതായി കോളേജിലെത്തിയപ്പോൾ നാടകരംഗത്തും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിച്ചപ്പോഴും വളരെയേറെ പ്രയോജനം ചെയ്തു. ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഫാദർ എഫ്രൈം എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ കലാരംഗത്തും ഇതുപോലുള്ള കലാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല സെൻറ്റ് ജോസഫ് സ്കൂളിലെ ആ ഒരു 5 വർഷത്തെ പഠനകാലം എന്തുകൊണ്ടും എന്നിലെ കലാകാരനെ ഉണർത്താൻ പര്യാപ്തമായ കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി മാറിവൻസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു കലാപ്രവർത്തനം, നാടകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു സാഹചര്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലും എം എക്ക് അവിടെ തന്നെ പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ആ 5 കൊല്ലക്കാലമാണ് എന്നിലെ കലാകാരനെ കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് അറിഞ്ഞത്. അവിടെ പഠിക്കുമ്പോൾ ക്യാമ്പസ് തിയേറ്ററിൻ്റെ പ്രധാന പ്രവർത്തകരായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ 84 മുതൽ 89 വരെ പഠിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നു. ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങളിലൂടെയും യുവജനോത്സവ നാടകവേദികളിലും കൂടിയാണ് മഹേഷ് പഞ്ചു എന്ന നാമം പുറത്ത് ആൾക്കാർ അറിയുന്നത്. സർവകലാശാല യുവജനോത്സവങ്ങളിൽ 4 പ്രാവശ്യം തുടർച്ചയായിട്ട് മികച്ച നടൻ എന്നുള്ള പദവി കരസ്ഥമാക്കാൻ കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിലെ ക്യാമ്പസ് പ്രവർത്തനവും. അതോടൊപ്പം തന്നെ ഞാൻ നാടകയോഗം രഘുവിൻ്റെ കീഴിൽ ഏകദേശം 10 കൊല്ലത്തോളം 85 മുതൽ 95 വരെ നാടകയോഗത്തിൽ ഒരു നാടക പ്രവർത്തകനായും നടനായും അഭിനയിച്ചിരുന്നു. ആ നാടകയോഗത്തിലെ 10 കൊല്ലത്തെ പ്രവർത്തനങ്ങളാണ് എന്നിലെ നടനെയും സംവിധായകനെയൊക്കെ ജീവിതത്തിൽ ഉയർത്തി കൊണ്ടുവന്നത്. ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടെ നാടക കളരി, അതുപോലെ നാടക അഭ്യാസങ്ങളും എക്സർസൈസുകളും തുടർന്ന് നിരന്തരമായ നാടക അവതരണങ്ങളും എൻ്റെ ജീവിതത്തിൽ നാടകത്തോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാക്കിയെടുത്തു. കൂടാതെ ഈ യുവജനോത്സവങ്ങളിൽ നാടക മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുക, സമ്മാനങ്ങൾ വാങ്ങുക, അത് ഒരു ശീലമായി തീർന്നു. അക്കാലത്ത് യുവജനോത്സവ വേദികളിൽ എൻ്റെ നാടകങ്ങൾ 4 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ വാങ്ങിത്തന്നപ്പോഴും എൻ്റെ നാടകങ്ങൾ സംവിധാനം ചെയ്തത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്ന അകാലത്തിൽ നമ്മെ വിട്ടുപോയ ശ്രീമാൻ MS സതീഷായിരുന്നു. ആറ്റിങ്ങൽ MS സതീഷ്. അദ്ദേഹമാണ് ജി ശങ്കരപ്പിള്ളയുടെ ഉച്ചാടനം, അതുപോലെ തന്നെ ഭീമകടോൽഗജം, ബൊമ്മനാട്ടം എന്നീ നാടകങ്ങൾ എനിക്ക് സംവിധാനം ചെയ്തു തരുന്നതും അവതരണത്തിനും മികച്ച നടനുമുള്ള സമ്മാനങ്ങൾ യുവജനോത്സവ വേദിയിൽ, കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ നേടാനും പ്രാപ്തനാക്കിയത്. അതിനുശേഷം സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകളിൽ ഇതുപോലെ നാടകം, സ്കിറ്റ്, മൈം മുതലായ കോമ്പറ്റീഷൻ ഐറ്റങ്ങളിൽ സമ്മാനം നേടുകയുണ്ടായി. സൗത്ത് ഇന്ത്യയിലെ 1ാം സ്ഥാനം ലഭിച്ചതിനെ തുടർന്ന് മധുരയിൽ നടന്ന അഖിലേന്ത്യാ യുവജനോത്സവത്തിലും അതുപോലെ തന്നെ വാരണാസിയിൽ 92 നടന്ന നാടകോത്സവത്തിലും
ഞങ്ങൾക്ക് അന്ന് ഞാൻ ലോ അക്കാഡമിയിൽ പഠിക്കുകയാണ്. ലോ അക്കാഡമിയിൽ പഠിക്കുമ്പോൾ ഈ നാടകത്തിനും സ്കിറ്റിനുമെല്ലാം സമ്മാനങ്ങൾ നേടാൻ സാധിച്ചു. ഇതെല്ലാം ഈ നാടക യുഗത്തിലെയും MS സതീഷിൻ്റെയും കീഴിലുള്ള ഒരു നാടക പരിചയത്തിൽ നിന്നാണ് അതൊക്കെ നേടാനായതെന്ന് ഞാൻ വിചാരിക്കുന്നു. LLB പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യുകയും മദ്രാസിൽ 3-4 മാസം വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം LLB പാസ്സായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ബാറിൽ അഭിഭാഷകനായി തുടരുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് അഭിഭാഷകനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ സ്ഥിരമായി അക്കാലത്ത് ദൂരദർശനിലെ റോയൽറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ നമ്മളെപ്പോലുള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പരിപാടികൾ ചെയ്യാനുള്ള ഒരു അവസരം ഈ റോയൽറ്റി പ്രോഗ്രാമുകളിലൂടെ കിട്ടിയിരുന്നു. അതേ തുടർന്ന് ദൂരദർശനിൽ തന്നെ സീരിയലുകൾ മൊയ്തീൻ, 2 in 1, പിന്നെ കള്ളിക്കാട് രാമേന്ദ്രൻ സാർ എഴുതിയ ഒരിക്കലൊരു വേനൽക്കാല രാത്രിയിൽ, പിന്നെ അനിൽ കൊമ്പശ്ശേരിയിൽ സംവിധാനം ചെയ്ത ഏകതാരകം, ഇത്തരത്തിലുള്ള പോപ്പുലറായ സീരിയലുകളിൽ അഭിനയിക്കാൻ പറ്റിയതോടുകൂടി ടെലിവിഷനിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി മാറുകയുണ്ടായി. പിന്നീട് ഇത്തരത്തിലുള്ള ആ ഒരു 10 കൊല്ലത്തെ പ്രവർത്തനം 2000 കൈരളി TV തുടങ്ങിയപ്പോൾ അതിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോലി കിട്ടാനുള്ള ഒരു ഉപാധിയായി മാറി. കൈരളി TVയിൽ 2000 മുതൽ 2008 വരെ നീണ്ട 8 കൊല്ലം നിരവധി പരിപാടികൾ, അക്കാലത്തെ കൈരളി TVയിലെ ഏറ്റവും മികച്ചതും ഏറ്റവും പോപ്പുലറുമായുള്ള നിരവധി പരിപാടികൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ക്യാമ്പസ് പ്രോഗ്രാമായ കലാലയവർണ്ണങ്ങൾ, അതുപോലെ തന്നെ യേശുദാസിൻ്റെ പേരിലുള്ള ഗന്ധർവ സംഗീതം എന്ന സംഗീത പരിപാടി, നിരവധി ഡോക്യുമെൻ്ററികൾ, സർക്കസിനെ കുറിച്ച് 15 എപ്പിസോഡ്, സർക്കസിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം മുകേഷ് അവതാരകനായിട്ട് വന്ന പ്രൊഫഷണൽ നാടകവേദിയെക്കുറിച്ചുള്ള 25 എപ്പിസോഡ്, യവനിക എന്ന പേരിൽ ഡോക്യു സീരീസ് ചെയ്യാൻ പറ്റി. അത്തരത്തിൽ എന്തുകൊണ്ടും മികച്ച ഒരു കാലഘട്ടമായിരുന്നു കൈരളി TVയിൽ എനിക്ക് പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ലഭിച്ചത്. കൈരളി TVക്ക് വേണ്ടിയിട്ട് 10-15ഓളം ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്യാൻ അവസരം ലഭിച്ചു. 2004 പഥേർ പാഞ്ചാലി എന്ന വിഖ്യാത സിനിമയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ആ നോട്ട് പഥേർ പാഞ്ചാലി എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയും അതിൻ്റെ മലയാളം വേർഷനായ പഥേർ പാഞ്ചാലിയുടെ ചരിത്രഗാഥ എന്ന ഡോക്യുമെൻ്ററിയും കൈരളി TVക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. അതൊരു മറക്കാത്ത, മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. കാരണം കൽക്കട്ടയിലും പൂനെയിലുമൊക്കെ 10 ദിവസം പോയി നിന്ന് ഷൂട്ട് ചെയ്ത ഒരു മികച്ച ഡോക്യുമെൻ്ററി ആയിരുന്നു പഥേർ പാഞ്ചാലിയുടെ ചരിത്രഗാഥ. 2000 കാലഘട്ടത്തിൽ കൈരളി TV എന്തുകൊണ്ടും കേരളത്തിലെ മികച്ച ടെലിവിഷൻ ചാനലുകളിലൊന്നായി ഉയർന്നു വന്നിരുന്നു. കാരണം അക്കാലത്തെ മികച്ച സിനിമാ സംവിധായകരായ KR മോഹനൻ, എഴുത്തുകാരനായ ബാബു ഭരദ്വാജ് ഇത്യാദി ഇങ്ങനെയുള്ള മികച്ച കലാകാരന്മാരാണ് അന്ന് കൈരളി TV നയിച്ചിരുന്നത്. അവരുടെ ശിക്ഷണത്തിന്മേൽ ധാരാളം കലാപരമായി ഔന്നത്യം പുലർത്തുന്ന പല പരിപാടികളും കൈരളി TVക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആഹ്ലാദം ഉണ്ടാക്കുന്നു. നിരവധി ഡോക്യുമെൻ്ററികൾ, അത് ഏറ്റവും ശ്രദ്ധേയമായ ഡോക്യുമെൻ്ററികൾ, തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെയുള്ള ഡോക്യുമെൻ്ററികൾ, അതുപോലെ തായമ്പക വിദഗ്ധനായ കല്ലൂർ രാമൻകുട്ടി മാരാരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, തൃശ്ശൂരിലെ തായമ്പക ഗ്രാമം അല്ലെങ്കിൽ കൊട്ടുകാരുടെ ഗ്രാമമായ, മേളക്കാരുടെ ഗ്രാമമായ പെരുവനം ഗ്രാമത്തെക്കുറിച്ചുള്ള മേളപ്പെരുമ ഇത്യാദി ധാരാളം ഡോക്യുമെൻ്ററികൾ, കഥകളി ആശാന്മാരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, ഇതെല്ലാം കൈരളി TVക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ വർഷത്തിലൊരിക്കൽ പൂജയെടുപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്ന ഗുരുപൂജ എന്ന പരിപാടിയിലൂടെ കേരളത്തിലെ ഉന്നതന്മാരായ കലാകാരന്മാരെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താനുള്ള ഒരവസരം കൈരളി TVയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ ആഹ്ലാദം പകരുന്നവയാണ്. കൂടാതെ കൈരളി TVക്ക് വേണ്ടി 3 ഷോർട്ട് ഫിലിമും ഞാൻ സംവിധാനം ചെയ്തിരുന്നു. ആദ്യത്തെ ഷോർട്ട് ഫിലിം 2001 സംവിധാനം ചെയ്യുന്നത്. എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന യുവകവിയും എഴുത്തുകാരനുമായ ഡിക്സൺ ജോർജിൻ്റെ ഒരു കവിതയാണ് ആദ്യം ഞാൻ നമ്മുടെ ഷോർട്ട് ഫിലിമായിട്ട്
ചെയ്തത്. അതിൻ്റെ പേര് തൂവാലയിൽ ഒരു മുഖം എന്നായിരുന്നു. വളരെ മികച്ച പ്രതികരണമാണ്. നിരവധി അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു തൂവാലയിൽ ഒരു മുഖം. രണ്ടാമത് ചെയ്തത് അംബികാസുധൻ മങ്ങാടിൻ്റെ മോക്ഷം എന്ന കഥ കൊമേഴ്സ്യൽ ബ്രേക്ക് എന്ന പേരിൽ ഷോർട്ട് ഫിലിമാക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് ആൾക്കാരെ വഴിയിൽ വെച്ച് കളിയാക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന രീതിയിലുള്ള ഒടിയൻ, തരികിട ഇത്യാദി പരിപാടികളെ മനുഷ്യ മനസ്സിലെ അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു തീമായിരുന്നു ഈ കൊമേഴ്സ്യൽ ബ്രേക്ക്. അതും വളരെയേറെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവിടെ വന്ന കത്തുകളിൽ നിന്നും പത്രങ്ങളിൽ വന്ന റൈറ്റപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. മൂന്നാമത് ചെയ്ത ഷോർട്ട് ഫിലിം ജോൺ അബ്രഹാം എഴുതിയ കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്ന ചെറുകഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്തതാണ്. പ്രമുഖ നടനായ MR ഗോപകുമാറാണ് അതിൽ മത്തായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ 3 ഷോർട്ട് ഫിലിമുകളും അക്കാലത്ത് വളരെയേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഷോർട്ട് ഫിലിമുകളായിരുന്നു. 2005 ശേഷം കൂടുതലും ഞാൻ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യാനുള്ള താല്പര്യത്തിലാണ് നിന്നത്. അതിനുശേഷം അങ്ങനെ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഡോക്യുമെൻ്റേറിയൻ ആയിട്ട് പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതിനുശേഷം കൈരളിയിലെ പ്രവർത്തനത്തിന് ശേഷം ഞാൻ സീഡിറ്റിലാണ് പ്രവർത്തിച്ചത്. സീഡിറ്റിലെ പ്രൊഡക്ഷൻ വിങ്ങിൽ, അവിടുത്തെ സർക്കാർ പരിപാടികൾ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ വിങ്ങിലെ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ 3-4 വർഷം അവിടെ തന്നെ ഈ ടെലിവിഷൻ രംഗത്ത് പല പല കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു മീഡിയ വിങ് സീഡിറ്റിനുണ്ടായിരുന്നു. അതിൻ്റെ കോഴ്സ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സീഡിറ്റിലെ അനുഭവം എന്ന് പറയുന്നത് കൂടുതലും സർക്കാർ പരിപാടികൾ ചെയ്തു കൊടുക്കുക, പിന്നെ PRDക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റുകൾ ചെയ്തു കൊടുക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു സീഡിറ്റിൽ കൂടുതലായിട്ട് ചെയ്തിരുന്നത്. ശരിക്കും യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതമാണ് എനിക്ക് ഈ കലാരംഗത്ത് ഉറച്ചു നിൽക്കാനും കലാകാരന്മാരുമായുള്ള സൗഹൃദം അത്തരത്തിലുള്ള വേദി ഒരുക്കി തന്നു. കവി അയ്യപ്പൻ, ജോൺ അബ്രഹാം, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഇത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരെ പരിചയപ്പെടാനും അവരോടൊത്ത് പ്രവർത്തിക്കാനും കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ 5 വർഷത്തെ പഠനകാലമാണ്. മാത്രമല്ല അവിടെ ഈ ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് പ്രൊഫസർ R നരേന്ദ്രപ്രസാദായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബാദൽ സർക്കാർ എന്ന പ്രഖ്യാതനായ ബംഗാളി സംവിധായകൻ്റെ ഒരു നാടകം, ഘോഷയാത്ര എന്നുള്ള പേരിൽ ഒരു നാടകം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിരുന്നു. അത് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള എല്ലാ കോളേജുകളിലും നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ പോയിട്ട് കളിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വേദികൾ, ഇത്രയും 50-60 കോളേജുകളിൽ ഒരാഴ്ച കൊണ്ട് ഒരേ നാടകം തന്നെ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ജീവിതത്തിലെ നേട്ടമായിട്ട് കരുതുന്നു. അന്ന് ഞങ്ങളോടൊപ്പം നാടകം കളിച്ചവരിൽ ഇന്ന് പ്രശസ്തരായ പല ആൾക്കാരും ആ നാടകത്തിൽ എന്നോടൊപ്പം അഭിനയിച്ചിരുന്നു. സീരിയൽ സംവിധായകൻ ഡോക്ടർ S ജനാർദ്ദനൻ, അതുപോലെ തന്നെ മരിച്ചുപോയ തിരക്കഥാകൃത്ത് GA ലാൽ, പിന്നെ ഈ ഇടക്കാലത്ത് അന്തരിച്ചുപോയ ടെലിവിഷൻ നടൻ രമേശ്, കവി അൻവർ അലി ഇത്യാദി ആ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ കലാരംഗത്തെ പരിചിത മുഖങ്ങളെല്ലാം ഈ നാടകവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ഈ നാടകം വൈകുന്നേരങ്ങളിൽ നരേന്ദ്രപ്രസാദ് സാറ് നമുക്ക് സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് വന്നിരുന്നത് പിൽക്കാലത്ത് പ്രശസ്തനായിരുന്ന നടൻ ഭരത് മുരളിയാണ്. അദ്ദേഹം അന്ന് യൂണിവേഴ്സിറ്റി സർവകലാശാലയിലെ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം എല്ലാ വൈകുന്നേരങ്ങളിലും നരേന്ദ്രപ്രസാദിനോടൊപ്പം വന്ന് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഞങ്ങളെ നാടകം പഠിപ്പിക്കാനും നാടകാവതരണത്തിന് മുൻകൈ എടുത്തിരുന്നു. അക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കലാകാരന്മാരുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഒരു പരിച്ഛേദമായിരുന്നു. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി, കവി D വിനയചന്ദ്രൻ, കവി ദേശമംഗലം രാമകൃഷ്ണൻ, മലയാള പണ്ഡിതൻ, വ്യാകരണ പണ്ഡിതൻ പന്മന രാമചന്ദ്രൻ നായർ, ഇങ്ങനെ കഥാകൃത്ത് VP ശിവകുമാർ, ഇങ്ങനെ ഒരു
കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബൃഹത്തായ അധ്യാപകരുടെ ശ്രേണി തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളെ ഇംഗ്ലീഷ്, മലയാളം മുതലായ ഭാഷകൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ക്ലാസ്സിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്, അവരോടൊത്ത് ഇടപഴകാൻ ജീവിതത്തിൽ അവസരം കിട്ടിയത്, ഇതെല്ലാം തന്നെ നമുക്ക് കലാരംഗത്ത് ഭാവിയിലെ ആ ഉയർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ കലാരംഗത്തും സാഹിത്യരംഗത്തും മികച്ച ഒരു ടീമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സീരിയൽ സംവിധായകനായ ജനാർദ്ദനൻ, കവി അൻവർ അലി, സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ, നടൻ ജോബി, ഇങ്ങനെ കവി ഗിരീഷ് പുലിയൂർ, ഇങ്ങനെ ഇന്ന് സമൂഹം അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്നു. അത് ഒരു മികച്ച നേട്ടം തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള അറിവും വിവേകവുമുള്ള കലാകാരന്മാരായ വിദ്യാർത്ഥികളോടൊത്ത് ഇടപഴകാനും അവരോടൊപ്പം പഠിക്കാൻ സാധിച്ചതും അതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിരവധി കഴിവുള്ള കുട്ടികൾ, പഠനരംഗത്ത് മികവുറ്റ ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെ IFS, IAS, IPS മേഖലകളിൽ കടന്നു വന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ 5 കൊല്ലത്തെ പഠനം ശരിക്കും എന്നെ കലാരംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ ശ്രദ്ധേയനാക്കി. ഞാനന്ന് അവിടെ SFIയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ മാഗസിൻ എഡിറ്റർ, 2 പ്രാവശ്യം കൗൺസിലർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. മാഗസിൻ എഡിറ്ററിന് മികച്ച മാഗസിൻ എഡിറ്റർക്കുള്ള 2ാമത്തെ അവാർഡ് അന്ന് സർവകലാശാല യൂണിയൻ എനിക്ക് നൽകുകയുണ്ടായി. അങ്ങനെ മാഗസിൻ എഡിറ്ററായിരുന്ന കാലയളവിൽ എൻ്റെ മാഗസിനിൽ കവിത എഴുതിയവരും കഥ എഴുതിയവരും ലേഖനങ്ങൾ എഴുതിയവരും എല്ലാം പിൽക്കാലത്ത് വളരെ പോപ്പുലറായ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ ആയി മാറി എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ ദൂരദർശൻ കാലം. ഈ ദൂരദർശൻ കാലമാണ് എന്നിലെ നടനെയും സംവിധായകനെയും 10 പേരെ അറിയിക്കുന്ന രീതിയിൽ അറിയിക്കാൻ കഴിഞ്ഞത്. കാരണം അന്ന് ദൂരദർശൻ മാത്രമേ ഒരു ടെലിവിഷൻ ചാനലായി ഉണ്ടായിരുന്നുള്ളൂ. 93-ലാണ് പിന്നെ ഏഷ്യാനെറ്റ്, 97-ൽ സൂര്യ, 2000-ൽ കൈരളി, ഈ പ്രൈവറ്റ് ചാനലൊക്കെ വരുന്നത്. ആദ്യകാലത്ത് ദൂരദർശനിൽ ഒരു പരിപാടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സിനിമയിൽ അഭിനയിക്കുന്നതിന് തുല്യമായിരുന്നു. അത്രയ്ക്കായിരുന്നു ദൂരദർശൻ്റെ പ്രേക്ഷക പ്രീതി. ദൂരദർശന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സംവിധായക പട്ടം കിട്ടുന്നത്. 96-ൽ വിമൻസ് കോളേജിൻ്റെ 100ാം ശതാബ്ദി വർഷ ആഘോഷത്തോടനുബന്ധിച്ച് ആ വിമൻസ് കോളേജിനെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയായി ദൂരദർശന് വേണ്ടി. 96-ൽ പിന്നിലാവും പുലരിത്തുടുപ്പും എന്നാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര്. അത് കഴിഞ്ഞ് 97-ൽ പ്രശസ്തനായ വെറ്ററൻ ആക്ടർ തിക്കുറിശ്ശി സുകുമാരൻ നായരെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ അവസരം കിട്ടി. ആ ഡോക്യുമെൻ്ററിയുടെ പേര് തിക്കുറിശ്ശി ദി ഗോൾഡൻ മിറാക്കിൾ. ഈ 2 ഡോക്യുമെൻ്ററികൾ ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംവിധാനത്തിലേക്ക് കടക്കുന്നത്. അതുവരെ ഒരു നടൻ മാത്രമായിരുന്ന ഞാൻ ദൂരദർശനിലെ നിരവധി പരിപാടികളിലൂടെയാണ് ഒരു സംവിധായകനായിട്ട് മാറുന്നത്. ദൂരദർശനിലെ സീരിയലുകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളും അത്യാവശ്യം ആ കാലത്ത് എനിക്ക് പ്രശസ്തി നേടിത്തന്നു. എൻ മോഹനൻ്റെ പ്രശസ്തമായ കഥ മൊയ്തീൻ ഞാൻ ആ കാലത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും VN മോഹൻദാസ് എന്ന പ്രഗത്ഭനായ സംവിധായകൻ ആ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുകയും ചെയ്തു. ഈ മൊയ്തീൻ്റെ കഥയാണ് പിൽക്കാലത്ത് പൃഥ്വിരാജെല്ലാം സിനിമയാക്കിയ എന്ന് നിൻ്റെ മൊയ്തീൻ. ആ മൊയ്തീൻ എന്നുള്ള ഷോർട്ട് ഫിലിം ദൂരദർശനിൽ വന്നത് എന്നെ ഏറെ അക്കാലത്ത് പ്രശസ്തിയിലേക്ക് ഉയർത്തി. മൊയ്തീന് ശേഷമാണ് പിന്നെ ഞാൻ കള്ളിക്കാട് രാമചന്ദ്രൻ സാറിൻ്റെ 2 സീരിയലുകൾ അഭിനയിക്കുന്നത്. ഒരിക്കലൊരു വേനൽക്കാല രാത്രിയിൽ, അതിലൊരു കോമഡി റോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകതാരകം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. അതിൽ മധുപാലായിരുന്നു നായകൻ, ഞാൻ ഉപനായകൻ. ആ 2 സീരിയലുകളും വന്നതോടുകൂടി ധാരാളം പേർക്ക് ഈ മഹേഷ് പഞ്ചു എന്ന ഒരു പേര് സുപരിചിതമായി. പിന്നീട് 2000-ൽ കൈരളിയിൽ കയറിയ ശേഷം എല്ലാ ദിവസവും നമ്മുടെ പേരിങ്ങനെ ഓരോ പരിപാടിയുടെ പിന്നിൽ ഇങ്ങനെ സംവിധാനം മഹേഷ് പഞ്ചു അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മഹേഷ് പഞ്ചു എന്നുള്ള രീതിയിൽ പോകുന്നത് കണ്ട് ആളുകൾക്ക് മനസ്സിലായി മഹേഷ് പഞ്ചു എന്ന വ്യക്തി ഒരു സംവിധായകനായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നടനം വിട്ട് സംവിധാനത്തിൽ കുടിയേറിയിരിക്കുന്നു എന്ന്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഞാൻ 2 ഡോക്യുമെൻ്ററികളാണ് സംവിധാനം ചെയ്തത്. 2015-ൽ സംവിധാനം ചെയ്ത ഡ്രാമാനുജം, അതിന്
കേരള സർക്കാരിൻ്റെ അവാർഡ്, മികച്ച ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് ഇന്ത്യൻ നാടകവേദിയിലെ അതികായനായിരുന്ന പ്രൊഫസർ എസ് രാമാനുജത്തിൻ്റെ ജീവിതം വെളിവാക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. കാരണം അദ്ദേഹം തമിഴനാണെങ്കിലും കേരളത്തിലാണ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നാടക പ്രവർത്തനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരല്ലാതെ കേരളത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അമച്വർ നാടകവേദിയിലെ ഒരു നടീനടനെയോ അല്ലെങ്കിൽ അമച്വർ നാടക സംവിധായകന്മാരെയോ കാണാൻ കഴിയില്ല. അത്രയ്ക്ക് രൂഢമൂലമാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കഴിഞ്ഞ 50 കൊല്ലക്കാലത്തെ പ്രവർത്തനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമാനുജൻ സാറ് എന്താണ്, രാമാനുജൻ സാറ് മലയാള നാടക വേദിക്ക് ചെയ്ത സംഭാവനകൾ അത് വെളിവാക്കുന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു രാമാനുജം. അദ്ദേഹത്തിന് രാമാനുജം എന്ന പേരിട്ട് വിളിക്കുന്നത് തന്നെ ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. അപ്പോൾ രാമാനുജം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു മനുഷ്യൻ്റെ സിരകളിൽ ചോര പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകമാണ് ആ ചോരകളിൽ കൂടി ഓടിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് ബൃഹത്തായ ഒരു നാടക സംസ്കാരത്തിൻ്റെ ഉടമയായിരുന്നു പ്രൊഫസർ രാമാനുജം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒരു നാടകം അല്ലെങ്കിൽ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. മാത്രമല്ല രാമാനുജൻ സാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ 1960 വരെ നാടകത്തിന് സംവിധായകന്മാരില്ലായിരുന്നു. ഏതെങ്കിലും മുതിർന്ന നടനാണ് ആളുകളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ ഡയറക്ഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നടൻ എന്നല്ലേ, സംവിധായകൻ എന്നുള്ള നിലയിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ സംവിധായകൻ ഉണ്ടാവുന്നത് ഒന്നാമനായിട്ട് പ്രൊഫസർ രാമാനുജം, രണ്ടാമതായിട്ട് പ്രൊഫസർ കുമാരവർമ്മ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ 2 പ്രൊഫഷണൽ നാടക സംവിധായകരെ കുറിച്ചിട്ട് എനിക്ക് 2 ഡോക്യുമെൻ്ററികളിലൂടെ അവരുടെ ജീവിതം വെളിവാക്കാൻ സാധിച്ചത് എനിക്ക് ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള നിലയിലും പഴയകാല ഒരു നാടക നടൻ എന്നുള്ള നിലയിലും ഒരു ജീവിത സായുജ്യമായിട്ട് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ ഡോക്യുമെൻ്ററി 2022 അവസാനം 23 റിലീസ് ചെയ്തത്. അതിൻ്റെ പേര് കുമാരപർവം. കാവാലം നാരായണപ്പണിക്കരുടെ ആദ്യത്തെ 6-7 നാടകങ്ങൾ അരങ്ങിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച പ്രഗത്ഭനായ സംവിധായകനാണ് കുമാരവർമ്മ. കേരളത്തിലെ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തെ അങ്ങനെ അറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം 1973 മുതൽ 35 കൊല്ലത്തോളം പഞ്ചാബിലെ ചണ്ഡീഗഡ് സർവകലാശാലയിലെ നാടക അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. 2008 അദ്ദേഹം തിരികെ മടങ്ങി വന്നത്. അപ്പോൾ അദ്ദേഹം മലയാള നാടകവേദിക്കും ഇന്ത്യൻ നാടകവേദിക്കും നിരവധി സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. മലയാളികൾക്ക് അധികം അറിയില്ലെങ്കിൽ കൂടി അദ്ദേഹം നാടകത്തിന് ചെയ്ത സംഭാവനകൾ ഈ ലോകം അറിയണം എന്നുള്ള ഒരു വിചാരത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കുമാരപർവം ഞാൻ പൂർത്തിയാക്കിയത്. ഈ 2 ഡോക്യുമെൻ്ററികളും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല ഈ വരുന്ന ജൂലൈ 4 രാമാനുജം ഡോക്യുമെൻ്ററിയുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അന്ന് രാമാനുജ സാറിൻ്റെ 89ാം ചരമദിനം കൂടിയാണ്. അദ്ദേഹം 2015 നമ്മളെ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് 2024 കുമാരവർമ്മയുടെ ഡോക്യുമെൻ്ററിയും ഇത്തരത്തിലൊരു പുസ്തകമാക്കാൻ ആലോചനയുണ്ട്. LLB പഠനത്തിന് ശേഷം ഞാൻ ശരിക്കും SCMS എന്ന് പറയുന്ന മീഡിയ സ്കൂളിൻ്റെ കീഴിലുള്ള PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസും തുടർന്ന് ഭാരതീയ വിദ്യാഭവൻ്റെ PG ഡിപ്ലോമ ഇൻ ജേർണലിസവും പാസ്സാകുകയുണ്ടായി. പിന്നീട് അതിൻ്റെ തന്നെ MA കോഴ്സായ MCJ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഭിഭാഷകനായിരിക്കെ തന്നെ ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം, മീഡിയ ഒരു ഏരിയയിലാണ് കൂടുതലും താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലും കൈരളി TV-യിൽ വെച്ച് തന്നെ ഈ മീഡിയ ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ജേർണലിസം അല്ലെങ്കിൽ ടെലിവിഷൻ പ്രൊഡക്ഷനൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ടും ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പ്രസ് ക്ലബിലെ ജേർണലിസം കോഴ്സിൽ മീഡിയ ലോയും അതുപോലെ തന്നെ ടെലിവിഷൻ പ്രൊഡക്ഷനും പഠിപ്പിക്കുന്നുണ്ട്. മീഡിയയാണ് എൻ്റെ ലോകമെന്ന് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ LLBക്ക് പഠിക്കുമ്പോഴാണ്. കാരണം അഭിഭാഷക ജോലിക്ക് പോകാൻ വേണ്ടി പഠിച്ചെങ്കിലും ശരിക്കും 25 കൊല്ലം ഞാൻ അഭിഭാഷകനായല്ല പ്രവർത്തിച്ചത്. കഴിഞ്ഞ 25 കൊല്ലവും മീഡിയയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ
ഇപ്പോഴാണ് വൈകിയ വേളയിലാണ് വീണ്ടും അഭിഭാഷകനായിട്ട് വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ടെലിവിഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് മാറിയെങ്കിൽ കൂടിയും ഇപ്പോഴും ടെലിവിഷൻകാരെ ഒരടി പിന്നോട്ട് നിർത്തുന്ന പ്രവണതയാണ് സിനിമാക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എത്രയോ പ്രഗത്ഭരായ സംവിധായകന്മാർ, ശ്യാമപ്രസാദ്, ബൈജു ചന്ദ്രൻ, അത്തരത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ എത്തിച്ചേർന്ന മികച്ച സംവിധായകരൊക്കെ ആദ്യകാലത്ത് അവരുടെ മികച്ച സൃഷ്ടികളൊക്കെ തന്നെ ടെലിവിഷനിൽ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ടെലിവിഷൻകാരോട് സിനിമാ പ്രവർത്തകർക്ക് ഒരു അയിത്ത മനോഭാവം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ലോകത്ത് ഈ മലയാളത്തിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് മാറേണ്ടിയിരിക്കുന്നു. കാരണം സിനിമയിലെ പോലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകന്മാരും ടെക്നീഷ്യൻസും അതുപോലെ തന്നെ നടീനടന്മാരും ഉള്ള ഒരു മേഖലയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇതേ പ്രവണത പണ്ട് കാലങ്ങളിൽ ടെലിവിഷനിൽ അഭിനയിക്കാൻ ചെല്ലുമ്പം നടീനടന്മാരെടുത്ത് ടെലിവിഷൻകാരും പുലർത്തിയിരുന്നു. എന്തെങ്കിലും അഭിനയിക്കാൻ വേണ്ടി ഡയലോഗ് പറയുമ്പോൾ അയ്യോ ഭയങ്കര നാടകം കട്ട് ചുമ്മെങ്കിലും ഒരു നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ആളായിരിക്കും ഈ സംവിധായകനായിട്ട് അവിടെ നിന്ന് ഈ ഡയറക്ഷൻ പെടുന്നത്. അതൊരു തെറ്റായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമാക്കാർ ടെലിവിഷൻകാരോട് കാണിക്കുന്ന ഈ ഒരു അയിത്ത മനോഭാവം തുടക്കകാലത്ത്, ടെലിവിഷൻ്റെയൊക്കെ തുടക്കകാലത്ത് 90കളുടെ ആദ്യത്തിൽ ടെലിവിഷൻകാരായ സംവിധായകർ നാടക നടന്മാരോടും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കോമഡിയായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്നവരോടായാലും ശരി തന്നെ, അമച്വർ നാടകത്തിൽ നിന്ന് വന്ന നടീനടന്മാരായാലും അവരോടായാലും ഇത്തരത്തിൽ ടെലിവിഷൻ സംവിധായകർ പെരുമാറിയത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് അവരിങ്ങനെ ഉപദേശം കൊടുക്കും. തിലകൻ ചേട്ടനെ കണ്ടില്ലേ, അദ്ദേഹം നാടകത്തിൽ നിന്നാണ് വന്നത്, പക്ഷേ അദ്ദേഹം നാടകം വിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. നടുപുണി വേണിച്ചേട്ടനെ കണ്ടില്ലേ, അദ്ദേഹം നാടകത്തിൽ നിന്നാണ് വന്നത്, പക്ഷേ അദ്ദേഹത്തിനെ കണ്ടോ, നാടകമേ ഇല്ല, സിനിമയാണ്, സിനിമ ജസ്റ്റ് ബിഹേവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊന്നും ആത്യന്തികമായിട്ട് ഒരു സംവിധായകനോ ഒരു സിനിമയ്ക്കോ ഒരു ടെലിവിഷനോ അല്ലെങ്കിൽ ഒരു കലാകാരനോ ഗുണം ചെയ്യുന്നതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ തന്നെ ഒരു മീഡിയം മാറി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമെല്ലാം ഒരു നാടക നടനുണ്ടാവാം, അതുപോലെ തന്നെ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു നടീനടനോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ സിനിമ മീഡിയത്തിലും മാറി വരുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ടാവാം. അതൊക്കെ ഹ്രസ്വമായ ഒരു ഇടവേളകൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ കാണുന്നത് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് സിനിമയിൽ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയോ മികച്ച ടെലിവിഷൻ ആർട്ടിസ്റ്റുമാരും ടെക്നീഷ്യന്മാരും ടെലിവിഷനിലുണ്ട്, പക്ഷേ അവർക്കാർക്കും സിനിമയിൽ അങ്ങോട്ട് പ്രവേശനം കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അത് മാറണം. ടെലിവിഷനിലായാലും സിനിമയിലായാലും സാഹോദര്യപൂർവ്വം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്ഥിതി സംവിധായകരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നടീനടന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കലാരംഗം ഗുണം പിടിക്കൂ. സീഡിറ്റിൽ ജോലി ചെയ്യവെയാണ് ഡെപ്യൂട്ടേഷനിൽ ഞാൻ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയിട്ട് വരുന്നത്. 2016 ഓഗസ്റ്റിലായിരുന്നു അത്. ആദ്യമായിട്ടാണ് ഒരു കലാകാരൻ 20 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കലാകാരൻ അവിടെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. സാധാരണഗതിയിൽ PRDയിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരോ ആണ് സെക്രട്ടറിമാരായിട്ട് വരുന്നത്. അവിടെ പ്രവർത്തിച്ച 4 വർഷം വളരെ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 20 കൊല്ലമായ ചലച്ചിത്ര അക്കാദമിക്ക് ആദ്യമായിട്ട് ഒരു സ്വന്തമായ ഓഫീസ് സമുച്ചയം കിട്ടുന്നത് ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അതിലെനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. കാരണം ഈ 20 കൊല്ലവും സാധിക്കാത്തത് എൻ്റെ കാലത്ത് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം അതിലുണ്ട്. അതുപോലെ തന്നെ 20 കൊല്ലമായിട്ട് ഒരു മുഖമാസിക ഇല്ലാതിരുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമായിരുന്നു ചലച്ചിത്ര അക്കാദമി. ഞാൻ വന്നതിന് ശേഷം അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് ഞാൻ ചാർജ് എടുത്ത 1 കൊല്ലത്തിനകം തന്നെ 2017 തന്നെ ചലച്ചിത്ര സമീക്ഷ എന്ന് പറയുന്ന ഒരു മാസിക, അതായത് ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മൊത്തമായിട്ട് ഏകോപിപ്പിച്ച് ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു മാസികയാണ് ചലച്ചിത്ര സമീക്ഷ. സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങൾ, സിനിമയെ പരിചയപ്പെടുത്തൽ ഇത്യാദി നിരവധി കണ്ടൻറ്റുകൾ ഉൾപ്പെടുന്ന ഒരു മാസികയാണ് ചലച്ചിത്ര സമീക്ഷ. അത് 2018 മികച്ച പബ്ലിഷർക്കുള്ള നാഷണൽ അവാർഡ് എനിക്ക് നേടിത്തന്നു. അതിൽ ഞങ്ങളുടെ ചലച്ചിത്ര സമീക്ഷ എന്നുള്ള ആ പുസ്തകത്തിലെ
പ്രഗത്ഭനായ എഴുത്തുകാരനും കലാകൗമുദി മലയാളം എന്നിവയുടെ മുൻ എഡിറ്ററുമായിരുന്ന ശ്രീ എസ് ജയചന്ദ്രൻ നായർ സാറ് ജി അരവിന്ദൻ്റെ സിനിമകളെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിന് മികച്ച ലേഖനത്തിനുള്ള ദേശീയ സിനിമാ അവാർഡിലെ മികച്ച സിനിമാ ലേഖനത്തിനുള്ള അവാർഡും ആ ലേഖനം പ്രസിദ്ധീകരിച്ച പുസ്തകം എന്നുള്ള നിലയിൽ മികച്ച പബ്ലിഷറിനുള്ള അവാർഡും സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് നേടാൻ കഴിഞ്ഞത് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒന്നാണ്. ചലച്ചിത്ര അക്കാദമിയിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുമ്പോൾ മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. മുൻകാലങ്ങളിലില്ലാത്ത പുതിയ പരിപാടികൾ, അതുപോലെ മികച്ച രീതിയിൽ IFFK, IDSFFK ഇതെല്ലാം നടത്താൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്നു. മാത്രമല്ല, ഞാൻ സെക്രട്ടറി ആയിരുന്ന 3 ടേമിലും സിനിമാ അവാർഡിനെക്കുറിച്ചോ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിനെക്കുറിച്ചോ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രസ്താവ്യമാണ്. അത് സാധാരണ നമ്മൾ ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിവാദം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ സെക്രട്ടറി ആയിരുന്ന 3 കൊല്ലവും ടെലിവിഷൻ അവാർഡിലും അതുപോലെ തന്നെ സിനിമ അവാർഡിലും വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്നത്തെ ഭരണസമിതി, അതുപോലത്തെ അന്നത്തെ ചെയർമാൻ, ബാക്കി ഉള്ള എല്ലാവരും അത്തരത്തിൽ കാര്യങ്ങളിൽ വളരെയധികം സഹകരണത്തോടെ പ്രവർത്തിച്ചിരുന്നു. ഈ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി എന്നുള്ള ആ പദവിയിലിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന ശ്രീമാൻ AK ബാലൻ അവരുടെയൊക്കെ നിർലോഭമായ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ 3.5 കൊല്ലം ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും മറ്റ് സിനിമാ സംബന്ധിയായ കാര്യങ്ങൾ നടത്തുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ധാരണ ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെയല്ല. അതിൻ്റെ ബൈലോയിൽ തന്നെ പറയുന്നുണ്ട്, അക്കാദമി ഈസ് ഫോർ ടെലിവിഷൻ ആൻഡ് സിനിമ എന്നാണ്. ടെലിവിഷൻ്റെയും സിനിമയുടെയും പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ടെലിവിഷൻ്റെയും സിനിമയുടെയും ഉന്നതമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് ചലച്ചിത്ര അക്കാദമി എന്നുള്ളത്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. എല്ലാവരുടെയും ധാരണ സിനിമ അവാർഡ് നൽകുമ്പോൾ വിവാദം സാധാരണ ഉണ്ടാകാറുണ്ട്. IFFK നടത്തുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും ധാരണ ഇതൊരു സിനിമ അക്കാദമി എന്നുള്ളതാണ്. ഇതൊരു സിനിമ അക്കാദമി അല്ല. ഇത് ഒരു ടെലിവിഷനും സിനിമയ്ക്കും വേണ്ടിയിട്ടുള്ള സംയുക്തമായ ഒരു അക്കാദമിയാണ്. അപ്പോൾ അത്തരത്തിലെ ടെലിവിഷൻ ശില്പശാലകൾ അതൊന്നും മുൻപ് കാലങ്ങളിലൊന്നും ചലച്ചിത്ര അക്കാദമി നടത്തിയിരുന്നില്ല. ടെലിവിഷൻ ശില്പശാലകൾ, അതുപോലുള്ള IDSFKയിലെ പുതുമയാർന്ന പരിപാടികൾ, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ നിറവുള്ള ഓർമ്മകളായിട്ട് മനസ്സിൽ നിൽക്കുന്നു. പിന്നെ ഈ അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ ചെയർമാനായിരുന്ന കമലിൻ്റെ മോൻ്റെ പടം കോമ്പറ്റീഷന് വന്നു. അപ്പോൾ ഞാൻ നിരവധി പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, സാറ് ചെയർമാനായിരിക്കെ സാറിൻ്റെ മോൻ്റെ പടം ഇതിൽ കോമ്പറ്റീഷന് വരണം, ശരിയല്ല. അത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം. അപ്പോൾ പുള്ളി അതിനെ നേരിട്ടത് മന്ത്രിയുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ, സെക്രട്ടറി പറയും പോലെയല്ല, അങ്ങനെ ഒരു റൂള് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ബൈലയിൽ പറയുന്നില്ല എന്നാണ്. അതെന്തോന്ന് റൂള്? എൻ്റെ മോൻ്റെ പടം മത്സരത്തിന് വരണം, ഞാൻ തന്നെ ജൂറിയെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? ആ ഉളുപ്പില്ലായ്മയെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് എനിക്ക് ആ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നത്. അതിൽ സിനിമാക്കാരായിട്ടുള്ള കുറേ വ്യക്തികൾ പല രീതിയിലും നമുക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സിനിമയ്ക്ക് എതിരാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കാൻ അന്നത്തെ ചെയർമാൻ്റെ പല പ്രവൃത്തികളിൽ നിന്നും അത് ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് നമുക്ക് അവിടെ നിന്ന് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ബൈലയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഏത് മണ്ടനും അറിഞ്ഞൂടെ? അച്ഛൻ്റെ മോൻ്റെ പടം അച്ഛൻ തന്നെ ജൂറിയെ നിർണ്ണയിക്കുക, മോൻ്റെ പടം അതിൽ ആ ജൂറി തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മ്ലേച്ഛമായ പരിപാടികളാണ്. പണ്ട് VS പറഞ്ഞല്ലേ, അരിയാഹാരം തിന്നുന്ന ആൾക്കാർക്കെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, അവർ ചിരിക്കൂലേ?
ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പുരോഗമനപരമായ ചിന്തയ്ക്കെതിരായിട്ടുള്ള പ്രവൃത്തിയല്ലേ. അത് പക്ഷേ അന്നത്തെ മേലാളന്മാർ അത് മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വളരെ വിഷമകരമായ ഒരു വസ്തുതയാണ്. അവരത് വളരെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ ബൈലയിൽ ഇല്ലല്ലോ ചെയർമാൻ ഇരിക്കാൻ പാടില്ല എന്നുള്ളതിൽ പിടിച്ച് എൻ്റെ വാദം തള്ളുകയാണ് ഉണ്ടായത്. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഒരു ഇത് തെറ്റാണ്. അതായത് സ്വന്തം മകൻ്റെ പടം വരുമ്പോൾ അച്ഛൻ തന്നെ ജൂറിയെ തീരുമാനിക്കുക, ആ ജൂറി തന്നെ മകന് അവാർഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുക, ഇതൊക്കെ വളരെ ഭോഷത്തരമായ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേ തുടർന്നാണ് അന്ന് വാഗ്വാദങ്ങളും വിവാദങ്ങളെയും തുടർന്ന് എനിക്ക് ചലച്ചിത്ര അക്കാദമി പദം ഒഴിയേണ്ടി വന്നത്. അല്ലാത്ത ആദ്യത്തെ ഒരു 3 കൊല്ലക്കാലം വളരെ സ്മൂത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതും നടന്നത്. പക്ഷേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള പഴമൊഴി പലർക്കും അത് അനുഭവവേദ്യമായപ്പോഴാണ് ഉടക്കും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയത്. ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരാളായിരുന്നു. കാരണം അർഹതപ്പെട്ടവന് കിട്ടേണ്ടതാണ് അവാർഡെന്ന് പറയുന്നത്. അത് ചുളുവിന് റെക്കമെൻഡേഷനിൽ കിട്ടാനുള്ളതല്ല. കാരണം ഞാൻ അപ്പോഴെല്ലാം ഇങ്ങനെ ആലോചിച്ചിരുന്നത്, ഞാൻ പണ്ട് 4 പ്രാവശ്യം മികച്ച നടനായിരുന്നു. മോണോ ആക്ടിന് 1 സമ്മാനം കിട്ടിയിട്ടുണ്ട്, സ്കിറ്റിന് 1 സമ്മാനം കിട്ടിയിട്ടുണ്ട്, മൈമിന് 1 സമ്മാനം കിട്ടിയിട്ടുണ്ട്, അഖിലേന്ത്യാ ലെവലിൽ നാടകത്തിന് മികച്ച നടന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്നിങ്ങനെ ഓരോ ആൾക്കാർ വന്ന് റെക്കമെൻഡേഷനിൽ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്കൊക്കെ ഇങ്ങനെ കയറി വരാനോ അറിയപ്പെടുന്ന ഒരു നാടക നടനോ അല്ലെങ്കിൽ സീരിയൽ നടനോ അല്ലെങ്കിൽ സീരിയൽ സംവിധായകനോ ഒക്കെ ആവാൻ പറ്റുമായിരുന്നു. ഒരിക്കലുമില്ല. അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാനുള്ളതാണ് അവാർഡ്. അതിനകത്ത് മായം ചേർക്കാൻ പാടില്ല. ഇതായിരുന്നു എനിക്ക് ആദ്യം മുതലേ ചലച്ചിത്ര അക്കാദമിയിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു പ്രധാന മോട്ടോ. കാരണം ഈ സെക്രട്ടറിയാണ് ഈ എല്ലാ അവാർഡ് കമ്മിറ്റിയിലും സർക്കാരിൻ്റെ ഭാഗമായിട്ട് മെമ്പർ സെക്രട്ടറി ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ആ അവാർഡ് കമ്മിറ്റിയിൽ നടക്കുന്ന എല്ലാ നൂലാമാലകളെയും സർക്കാരിനോ അല്ലെങ്കിൽ ഈ മെമ്പർ സെക്രട്ടറിയാണ് ബാധിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള അവാർഡ് കമ്മിറ്റികളിൽ വളരെയധികം ജാഗ്രത ഞാൻ പുലർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപണങ്ങളും സ്വജന പക്ഷപാതങ്ങളും 2016 മുതൽ 2019 വരെ പത്രങ്ങളിലോ ടെലിവിഷൻ ചാനലുകളിലോ കാണാൻ സാധിക്കാത്തത്. ശരിക്കും ചലച്ചിത്ര അക്കാദമിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ അതൊരു സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ള അക്കാദമി എന്നതാണ്. അതല്ല അതിൻ്റെ ശരി. കാരണം ഗവൺമെൻറ് 98-ൽ ഇത് ടെലിവിഷനും സിനിമയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് വിഭാവനം ചെയ്തത്. സർക്കാരിന് വേണ്ടി സിനിമ അവാർഡുകൾ നിർണ്ണയിക്കുക, സർക്കാരിന് വേണ്ടി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടി ടെലിവിഷൻ അവാർഡുകൾ സംഘടിപ്പിക്കുക, സർക്കാരിന് വേണ്ടി ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം സംഘടിപ്പിക്കുക എന്നിവയൊക്കെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ ഇത് സിനിമാക്കാരുടെ മാത്രം ഒരു അക്കാദമിയാണെന്നുള്ള ഒരു ധാരണ 10-20 കൊല്ലമായിട്ട് നമ്മളെ മലയാളികൾക്കിടയിലുണ്ട്. അതങ്ങനെയല്ല. ഇത് ടെലിവിഷൻകാർക്ക് കൂടി വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ടെലിവിഷൻകാർക്ക് അപ്രാപ്യമായ ഒരു അക്കാദമിയായി മാറുകയാണെങ്കിൽ ടെലിവിഷൻകാർക്ക് വേണ്ടിയിട്ട് ഒരു ടെലിവിഷൻ അക്കാദമി സർക്കാർ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവിടെ ഇപ്പോൾ സംഗീത നാടക അക്കാദമി, സംഗീതവും നാടകക്കാർക്കും വേണ്ടിയിട്ടുള്ള അക്കാദമി, അതുപോലെ ഫോക്ക്ലോർ അക്കാദമി, നാടൻ പാട്ട് കലാകാരന്മാർ അല്ലെങ്കിൽ ഫോക്ക്ലോർ അല്ലെങ്കിൽ നാടൻ കലകൾക്ക് വേണ്ടിയിട്ടുള്ള അക്കാദമി, മാപ്പിള കലാ അക്കാദമി, അവിടെ മാപ്പിളപ്പാട്ട്, ഒപ്പന അതുപോലുള്ള ഇത്യാദി കലകൾക്ക് വേണ്ടിയിട്ടുള്ള അക്കാദമി പോലെ ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് ഒരു ടെലിവിഷൻ അക്കാദമി തുടങ്ങുകയാണെങ്കിൽ ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാർ, ടെക്നീഷ്യൻസ്, സംവിധായകർക്ക് ഇവർക്കെല്ലാം കുറച്ചുകൂടി ഉയരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മേഖലയായി ടെലിവിഷൻ മേഖല മാറും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ തന്നെ അവിടെ ടെലിവിഷൻ ഗിൽഡ് സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ സിനിമ ഗിൽഡ് സെപ്പറേറ്റ് ആണ്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ വിഭാഗങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുടക്കീഴിലുള്ള ആൾക്കാർക്ക് വികസിക്കാനും വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വരുന്ന കാലത്തിലോ ഇത്തരത്തിലുള്ളൊരു ടെലിവിഷൻ അക്കാദമി
തുടങ്ങാൻ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മീഡിയ ട്രൂവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇത്രയും നേരം എന്നെ കേട്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.